അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള മുഹബ്ബീങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റാഹത്തല്ലേ? പരിശുദ്ധ റമദാൻ അങ്ങനെ 14 നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നവരും അതുപോലെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും അദ്കാറുകളും സദക്കയും നമസ്കാരവും ഒക്കെ തറാവീഹ് നമസ്കാരവും എല്ലാം നിർവഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. എന്നിരുന്നാലും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവിനെ വളരെയധികം സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, അങ്ങനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തത് പരസ്പരം പറഞ്ഞ് ഏഷണി പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നാവ് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുക, ആവശ്യമില്ലാത്തത് കാണാതിരിക്കുക, ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കുക, ഹലാലായ ഭക്ഷണം കഴിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റംദാന് മാത്രമല്ല, എന്നും നമ്മൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉത്ബോധിക്കുന്നതും അതുതന്നെയാണ്. നമ്മളൊരു യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെങ്കിൽ, മുഅ്മിനാകണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണം എല്ലാം നമ്മളൊരു മുഅ്മിനാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളുടെ നീക്കുപോക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കരുണയുള്ള റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളെ കൊണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ യഥാർത്ഥ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മുത്തറസൂലുള്ളാഹിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാനും മുത്തറസൂലുള്ളാഹിൻ്റെ ചാരത്തി എന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് നമുക്ക് ഒരുപാട് സലാമുകളും സ്വലാത്തുകളും ചൊല്ലാനും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട ഹജ്ജ് ഉംറയും നിർവഹിക്കാനും ഞങ്ങളുടെ ഈ ഹജാത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ എത്രയും പെട്ടെന്ന് തൗഫീക്ക് നൽകണേ അല്ലാ. അത്തരം സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ ഒരുക്കി നൽകണേ അല്ലാ. നിന്റെ ഇഷ്ടത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുക്കി നൽകണേ. അതിനായിരിക്കണം നമ്മുടെ പ്രയത്നം എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.